എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചെറിയൊരു അപ്ഡേഷൻ ഉണ്ട്. 76 ഡിഗ്രി അപ്സ്റ്റാറിൽ പുതിയൊരു ചാനൽ വന്നിട്ടുണ്ട്, സ്പോർട്സ് ചാനൽ. ഞാനിന്ന് ട്യൂൺ ചെയ്യുന്നത് ടൈഗർ ബോക്സിലാണ്. ടൈഗർ സോഫ്റ്റ്വെയർ വരുന്ന സെറ്റപ്പ് ബോക്സിലാണ് 76 ഡിഗ്രിയിലുള്ള സി ബാൻഡ് സാറ്റലൈറ്റ് അപ്സ്റ്റാർ ട്യൂൺ ചെയ്യുന്നത്. ആദ്യം നമുക്കൊന്ന് അപ്സ്റ്റാർ 76 ഡിഗ്രി ഓട്ടോ സ്കാൻ ചെയ്ത് നോക്കാം. ഇത് ഓട്ടോ സ്കാൻ ചെയ്യുന്ന സമയത്ത് നിലവിലുള്ള ചാനലുകൾ ഡിലീറ്റ് ചെയ്യണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് എസ് ഓർ നോ കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ ട്യൂണിങ്ങിന് കൊടുത്തിട്ടുള്ളത് പഴയ ചാനലുകൾ ഡിലീറ്റ് ആവാതെ പുതിയ ചാനലുകളും മൊത്തത്തിൽ ട്യൂൺ ചെയ്യുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഏതൊക്കെ ടി പി വരുന്നു, ഏതെല്ലാം ചാനലുകൾ ഇതിൽ ട്യൂൺ ആവുന്നു എന്ന് നോക്കാം. ഡിഷ് ട്രാക്കിംഗ് ഒരു ഹോബിയായി കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് പ്രിയപ്പെട്ട ഒരു സാറ്റലൈറ്റ് തന്നെയാണ് അപ്സ്റ്റാർ 76.5 ഡിഗ്രി. കാരണം ഇതിൽ ഫ്രീ ചാനലുകൾ മാത്രമല്ല, പേ ചാനലുകൾ നമുക്ക് പവർ വ്യൂ കീ വഴി ഓപ്പൺ ആവുന്ന ചാനൽ കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഞാനിവിടെ നിലവിൽ ഇപ്പോൾ ട്യൂണിങ്ങിൽ ഫ്രീ ചാനലുകൾ മാത്രമാണ് കാണിക്കുന്നത്. ഒരുപാട് ആളുകൾ 66 ഇൻ്റൽസാറ്റിൻ്റെ കൂടെയൊക്കെ ക്ലാമ്പ് ചെയ്തിട്ടാണ് ഈ സാറ്റലൈറ്റ് ട്യൂൺ ചെയ്യുന്നത്. അപ്പോൾ 6 ഫീറ്റിലും ഒക്കെ 6 ഫീറ്റ് 6 ഡിഷൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്കും ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന ടി പി ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്കും ട്രാക്ക് ചെയ്യാം. എക്സ്ട്രാ ക്ലാമ്പ്, എക്സ്ട്രാ LMB ഫിറ്റ് ചെയ്ത് നിങ്ങൾക്കും ട്രാക്ക് ചെയ്യാം. ഈ സാറ്റലൈറ്റിലെ സ്ട്രോങ് ടി പി, ഏറ്റവും പെട്ടെന്ന് സിഗ്നൽ ക്യാച്ച് ചെയ്യുന്ന ഫ്രീക്വൻസിയും ഞാനൊന്ന് കാണിക്കുന്നുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ സാറ്റലൈറ്റിൽ ഫ്രീ ടു എയർ ആയി തന്നെ HD ചാനലുകളും കുറച്ച് ചാനലുകൾ വരുന്നുണ്ട്. മൂവി ചാനൽ, ഇംഗ്ലീഷ് മൂവി ചാനലൊക്കെ ഈ സാറ്റലൈറ്റിൽ വരുന്നുണ്ട്. നല്ല ഇംഗ്ലീഷ് മൂവിയൊക്കെയാണ് ഇതിൽ പ്ലേ ചെയ്യുന്നത്. ഇപ്പോൾ ഈ സാറ്റലൈറ്റിൽ മൊത്തം 41 ഫ്രീ ചാനലുകൾ നമുക്ക് വന്നിട്ടുണ്ട്. 4 റേഡിയോ ചാനലും ട്യൂണായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുതുതായി വന്ന ചാനലും അതോടൊപ്പം ഈ സാറ്റലൈറ്റിലെ മറ്റ് ചാനലുകളും ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം. പുതുതായി വന്ന സ്പോർട്സ് ചാനൽ എന്ന് ഞാൻ പറഞ്ഞത് എ സ്പോർട്സ് ആണ്. ഇത് പാക്കസാറ്റിലുണ്ടായിരുന്ന ചാനലാണ്. ഇപ്പോൾ നിലവിൽ ഈ അപ്സ്റ്റാറിലേക്ക് വന്നിരിക്കുകയാണ്. എ സ്പോർട്സ് HD ക്വാളിറ്റിയിലാണ് നമുക്ക് ഈ ചാനൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്നത്. ഇതിൻ്റെ ഫ്രീക്വൻസി വരുന്നത് 4062, 30,000 സിമ്പിൾ റേറ്റ്. പോളാരിറ്റി വരുന്നത് വെർട്ടിക്കലാണ്. ഇതിൽ നിലവിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല മാച്ചുകളും ക്രിക്കറ്റ് മത്സരങ്ങളൊക്കെയാണ് ഈ എ സ്പോർട്സ് എന്ന് പറഞ്ഞ ഈ പുതിയ സ്പോർട്സ് ചാനലിൽ നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്കിതിൽ മറ്റുള്ള ചാനലുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഫാഷൻ TV, കിഡ്സ് സോൺ, കുട്ടികൾക്കുള്ള കാർട്ടൂൺ ചാനലുകൾ, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രോങ് TP ആയി വരുന്ന ചാനൽ ഇതാണ്, ലോട്ടസ് TV. ഇത് ഒരു മുഴുവൻ സമയ ഇംഗ്ലീഷ് മൂവി ചാനലാണ്. HD ക്വാളിറ്റിയിലാണ് നമുക്ക് ഇത്രയും ക്വാളിറ്റിയിൽ ഫ്രീ ആയി മൂവീസ് ചാനൽ ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു DTH പോലും, ഇന്ത്യൻ DTH പോലും ഇംഗ്ലീഷ് സിനിമകളൊന്നും ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല. ഇത് നമുക്ക് നല്ലൊരു ചാനലായി നല്ല ക്വാളിറ്റിയിൽ ലഭിക്കുന്ന ഒരു ചാനലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മൂവിയൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ടി പി വെച്ച് ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് സ്ട്രോങ് TP. ഇതുകൂടാതെ ഇതിൽ ചാനൽ 5, പ്ലേ TV, ഇതുപോലെ ഒരുപാട് ചാനലുകൾ നമുക്ക് HD ആയിട്ട് തന്നെ ലഭിക്കുന്നുണ്ട്. TV മാലദ്വീപ്സിൻ്റെ ചാനൽ, അതുപോലെ ARY നെറ്റ്വർക്കിൻ്റെ ഈ ഫ്രീക്വൻസിയിൽ തന്നെയാണ് പുതുതായി വന്ന എ സ്പോർട്സും വന്നിട്ടുള്ളത്. കൂടാതെ നേരത്തെ ഞാൻ പറഞ്ഞ AXN, അതുപോലെ ഇതൊക്കെ പേ ചാനലുകളാണ്. ഇതൊക്കെ പവർ വ്യൂ കീ ഉപയോഗിച്ച് പ്രത്യേകതരം റിസീവറുകളിൽ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്, ഫ്രീ ആയി ലഭിക്കുന്നതല്ല. അപ്പോൾ പുതുതായി ഈ സാറ്റലൈറ്റിലേക്ക് ഒരു സ്പോർട്സ് ചാനൽ കൂടി കടന്നു വന്നതോടുകൂടി, അതും HD ക്വാളിറ്റിയിൽ, ഡിഷ് ട്രാക്കേഴ്സിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാറ്റലൈറ്റായി ഈ അപ്സ്റ്റാർ മാറിയിരിക്കുകയാണ്. ഇനി ഞാനിത് ട്രാക്ക് ചെയ്ത ഡിഷ് ആൻറ്റിന നിങ്ങളെ ഒന്ന് കാണിക്കാം. 10 ഫീറ്റ് 10 അടിയുടെ അലുമിനിയം നെറ്റിലാണ് ഞാൻ ഈ സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഡിഷ് ആൻറ്റിനയിൽ പ്രൈം ഫോക്കസായി
സെൻട്രൽ ഫോക്കസ് ആയിട്ടാണ് ഞാൻ ഈ സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം ഏറ്റവും സെൻട്രൽ കാണുന്ന ഈ LNB ആണ് ഈ 76 ഡിഗ്രി ട്യൂൺ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 10 അടി ഡിഷ് തന്നെ വേണമെന്നില്ല, 8 അടി 6 ഫീറ്റ് ഇതിലൊക്കെ നമുക്ക് മെയിൻ സെൻട്രൽ ഫോക്കസ് ആയും എക്സ്ട്രാ ക്ലാമ്പ് ചെയ്തും എക്സ്ട്രാ LNB ഫിറ്റ് ചെയ്തും ഈ സാറ്റലൈറ്റ് നമുക്ക് ഈസിയായി ട്യൂൺ ചെയ്യാവുന്ന ഒരു സാറ്റലൈറ്റാണ്. ഇനി നിങ്ങളുടെ ഏരിയയിൽ 5G ഇഷ്യൂ ബാധിച്ചിട്ടുണ്ടെങ്കിൽ 5G LNB ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കും കണ്ടൻറ്റുകൾക്കുമായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.